മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രണ്ട് പ്രസ്താവനകളുണ്ട്. ഈ പ്രസ്താവനയും അദ്ദേഹം പറയുന്നതിലെ വൈരുദ്ധ്യവും എത്രമാത്രം പ്രകടമാണ് എന്നത് കേരളീയ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ പറയാൻ അവകാശമുണ്ട്. അതാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അദ്ദേഹം 5-ാം തീയതി അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന 5-ാം തീയതിയിലെ മാധ്യമത്തിലാണ് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ആ പ്രസ്താവന എങ്ങനെയാണ്: ഭിന്നിപ്പിൻ്റെ വിഷം തുപ്പുന്നവരെ അകറ്റി നിർത്തണം മുഖ്യമന്ത്രി. സമൃദ്ധിയും സമത്വവും സന്തോഷവും നിറഞ്ഞ കേരളമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും ഇത്തവണത്തെ ഓണം ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ഊർജവും പ്രചോദനവും പകരട്ടെ എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസിത കേരളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതോടൊപ്പം ഒരാളെപ്പോലും വിട്ടുപോകാതെ അതിൻ്റെ ഗുണഫലം തുല്യമായി പങ്കുവെക്കാനും നമുക്ക് സാധിക്കണം. ഈ മഹോദ്യമത്തെയാണ് ആകെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന വർഗീയതയുടെയും ഭിന്നിപ്പിൻ്റെയും അപരവിദ്വേഷത്തിൻ്റെയും വിഷം തുപ്പുന്നവരെ തിരിച്ചറിയാനും ജാഗ്രതയോടെ അകറ്റി നിർത്താനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളമെന്നാൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃകാ സ്ഥാനമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ ആഘോഷവേളയിൽ നമുക്കൊരുമിക്കാമെന്നും ഓണാശംസകൾ നേർന്നുകൊണ്ടുള്ള സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ്. നല്ല പ്രസ്താവനയാണ്. ഏതൊരാളും സ്വാഗതം ചെയ്യുന്ന, കേരളത്തെ ഒരു സ്വർഗരാജ്യമാക്കി മാറ്റാൻ പോകുന്ന അതിസുന്ദരമായിട്ടുള്ള പ്രസ്താവന. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട് എന്നതാണ് വസ്തുത. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരളീയ സമൂഹത്തിൽ ഏറെക്കുറെ അല്ലെങ്കിൽ കൂടുതൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആരാണ് എന്ന് പരിശോധിച്ചാൽ, ഒന്ന് സംഘപരിവാറിലെ ശശികലയെപ്പോലുള്ള ആളുകളാണെങ്കിൽ, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വിജയനും ഗോവിന്ദനും പോലുള്ള നേതൃതലങ്ങളിലുള്ള ആളുകളാണ് എന്ന് കാണാനൊരു പ്രയാസമില്ല. തങ്ങളോടൊപ്പം കുറേ കാലം കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തെ, നേരെ പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ അകാരണമായിട്ട് കുറ്റപ്പെടുത്തുകയും അവർ പറയാത്ത സംഗതികൾ അവരുടെ മേൽ കെട്ടിയേൽപ്പിക്കുകയും അവരെ മതരാഷ്ട്രവാദികളും വർഗീയവാദികളുമായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റുത്തരമേ ഉള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനും ആണ് എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ മതവിദ്വേഷവും വർഗീയതയും അതുപോലെ തന്നെ വിഭാഗീയതയും സൃഷ്ടിക്കാൻ, കേരളീയ ജനതയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർ എന്ന് പിണറായി വിജയൻ പറയുന്നത്. എന്നിട്ട് അവർ ഒറ്റപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ഒറ്റപ്പെടുത്തേണ്ടത് ആരെയാണ്? യഥാർത്ഥത്തിൽ അത് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് പറയാൻ കഴിയുക മാർക്സിസ്റ്റ് പാർട്ടിയെ തന്നെയാണ് എന്നാണ്. ഇനി മറ്റൊന്ന് പരിശോധിച്ചാൽ, കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പെണ്ണുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരിൽ ഉണ്ടായിരുന്ന കേസ് അദ്ദേഹം മരിച്ചതിൻ്റെ ശേഷമാണ് അതൊരു കെട്ടുകഥയായിരുന്നു എന്ന് വിളിച്ചു പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ഒതുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇതുപോലുള്ളൊന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് കേസെടുത്തിട്ടുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം.
കേസെടുക്കണോ വേണ്ടതെന്നുള്ളതല്ല. എന്നാൽ സ്വന്തം പാർട്ടിയിലെ ഒന്നിലധികം ആളുകൾക്ക് എതിരിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവർക്കെതിരിൽ കേസ് എടുക്കുന്നതിന് പകരം അത് പാർട്ടി തന്നെ അന്വേഷിച്ചിട്ട് പരിഹാരം കാണുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ആരോപിതരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുകയോ അവർക്കെതിരിൽ നടപടിയെടുക്കുകയോ ചെയ്തതായിട്ട് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേറൊരു ശരീഅത്തുണ്ട്, ഒരു കോടതിയുണ്ട് എന്നാണല്ലോ ഇത് വ്യക്തമാക്കുന്നത്. നിലവിലെ കോടതികളിൽ കേസ് കൊടുക്കുന്നതിന് പകരം പാർട്ടി കോടതി കേസെടുക്കുകയും എന്നിട്ടത് അന്വേഷിച്ച് കുറ്റവിചാരണ നടത്തുകയോ നടത്താതെയോ ഒക്കെ ആരോപിതരെ, അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ അല്ലയെന്നുള്ളത് നമുക്കറിയില്ല, കുറ്റാരോപിതരെ രക്ഷിക്കുക എന്നുള്ള രീതിയാണ് അവരെല്ലാ കാലത്തും ചെയ്തു പോന്നിട്ടുള്ളത്. ആ കൂട്ടത്തിലാണ് ഒളിഞ്ഞും തെളിഞ്ഞും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ കേരളത്തിലെ മുസ്ലിം സംഘടനകളെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ, അവരെ വർഗീയവൽക്കരിക്കുന്ന രീതിയിൽ ഈ പാർട്ടിയും അതിൻ്റെ പോഷകഘടകങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓണവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിൽ, അതും ഗവൺമെൻറ്റിൻ്റെ യാതൊരു സഹായവും ഇല്ലാത്ത ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു ടീച്ചർ ആ സ്കൂളിലെ മുസ്ലിം കുട്ടികൾ ഓണം കഴിക്കേണ്ടതില്ല എന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ ടീച്ചർക്ക് അതിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയും ഡിഫിയുമാണ് ഉറഞ്ഞു തുള്ളിയിട്ടുള്ളത്. എന്നാൽ ഇതുപോലുള്ള പ്രസ്താവനകൾ മറ്റുള്ളവരിൽ നിന്ന് വന്നാൽ ഇവർ അതിൽ അത്തരത്തിലുള്ള വല്ല സമീപനവും സ്വീകരിക്കുന്നുണ്ടോ? അതൊട്ടില്ലതാനും. എന്ന് മാത്രമല്ല, അവരെ വെള്ള പൂശാനാണ് പലപ്പോഴും ഇവർ ശ്രമിക്കാറുള്ളത്. അതിൻ്റെ തലേ ദിവസം, അതായത് 4-ാം തീയതിയിലത്തെ മാധ്യമത്തിലുള്ള മറ്റൊരു വാർത്ത എന്താണ്? മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ തനിനിറം വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് പ്രസ്താവനകളും. 4-ാം തീയതിയിലെ പത്രത്തിലുള്ള പ്രസ്താവന വെള്ളാപ്പള്ളി ഗുരുവിനെ പകർത്തിയ നേതാവ് എന്നാണ്. വെള്ളാപ്പള്ളി ഗുരുവിനെ പകർത്തിയ നേതാവ് വേദിയിലിരുത്തി മുഖ്യമന്ത്രി പുകഴ്ത്താണ് വെള്ളാപ്പള്ളിയെ ചെയ്തിട്ടുള്ളത്. വെള്ളാപ്പള്ളി എപ്പോഴാണാവോ ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയിട്ടുള്ളത്? വിഷം മദ്യമാണെന്നും അത് തൊടുക പോലും ചെയ്യരുത് എന്നും പറഞ്ഞിട്ടുള്ള ശ്രീനാരായണ ഗുരു. അതുപോലെ ഒരു ജാതി ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച് വിദ്വേഷത്തിന് വിരുദ്ധമായിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരു. ആ ഗുരുവിൻ്റെ അധ്യാപനങ്ങൾ വെള്ളാപ്പള്ളി പകർത്തിയെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി ലവലേശവും സത്യത്തോട് ആഭിമുഖ്യം പുലർത്തുന്നില്ല എന്നതാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വെള്ളാപ്പള്ളി നല്ല കള്ള് കച്ചവടക്കാരനാണ്. കള്ള് കച്ചവടം നടത്തിയിട്ടാണ് വെള്ളാപ്പള്ളി സമ്പത്തുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളി എങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ ശിഷ്യജീവിതത്തിൽ പകർത്തിയെന്ന് പറയാം? രണ്ടാമത്തത്, മലപ്പുറത്ത് അന്യമതസ്ഥർക്ക് ഒരു നിലക്കും ജീവിക്കാൻ കഴിയുകയില്ലെന്നും അവർക്ക് റമദാനിൽ ഒരു പച്ചവെള്ളം പോലും കിട്ടുകയില്ലെന്നും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് അവിടെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വെള്ളാപ്പള്ളിയെ തൊട്ടടുത്ത ദിവസമാണ് വെള്ളാപ്പള്ളി ആലോചിച്ചുകൊണ്ട് മാത്രമേ എന്തും പറയുകയുള്ളൂ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വിദ്വേഷം മാത്രം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വർഗീയവാദിയെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന് നല്ല സീറ്റ് നൽകുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ മറ്റൊരു രീതിയിൽ കേരളത്തിലെ ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ അകറ്റി നിർത്തണം എന്ന് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ മുഖ്യമന്ത്രിക്ക് വല്ല യാഥാർത്ഥ്യബോധം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണോ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അത്തരക്കാരെ കുറ്റപ്പെടുത്താൻ ഒരു നിർവാഹമില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം സോക്കേടല്ല, ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട എല്ലാ ആളുകളുടെയും സോക്കേടാണിത് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ക്രിസ്ത്യൻ പാതിരിമാർ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിച്ചപ്പോൾ അതിന് മേലൊപ്പ് ചാർത്താൻ വേണ്ടി പോയിട്ടുള്ളതും ഇതേ പാർട്ടിയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള പ്രമുഖനായിട്ടുള്ള നേതാവായിരുന്നു.
അപ്പം ഇങ്ങനെയൊക്കെ, അത് മാത്രവുമല്ല, മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ മാർക്സിസത്തിലാണോ ഇപ്പോൾ വിശ്വസിക്കുന്നത് അതോ ഹൈന്ദവതയിലാണോ എന്നുള്ളത് പോലും അന്വേഷിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. കാരണം എല്ലാ മതങ്ങളെയും എതിർക്കണമെന്നും മതത്തിൽ നിന്ന് ആളുകളെ, വിശേഷിച്ചും പാവപ്പെട്ട ആളുകളെ, തൊഴിലാളികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമെന്നുമൊക്കെ കാൾ മാർക്സും എംഗൽസും അദ്ദേഹത്തിൻ്റെ മാർക്സ് ആൻഡ് എംഗൽസ് ഓൺ റീജൻ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലെനിൻ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മതത്തെപ്പറ്റിയുള്ള പുസ്തകത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ അയ്യപ്പ ഇതാണ് ഒരു സേവാസംഘത്തിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു തീർത്തും മതകീയമായിട്ടുള്ള ഒരു ആഘോഷം നടത്താൻ പോകണം, അല്ലെങ്കിൽ സംഗമം നടത്താൻ പോണത്. അപ്പോൾ ഭൂരിപക്ഷ സമൂഹത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് വോട്ട് നേടുകയും അവരെ താലോലിച്ചുകൊണ്ട് അവരെന്ത് തന്നെ പറഞ്ഞാലും ചെയ്താലും അതൊക്കെ അവഗണിച്ചും അവരെല്ലാവരും മറ്റുള്ളവർക്ക് നേരെ അവരെല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, അവരുടെ വർഗീയവാദികൾ നടത്തുന്ന ജുഗുപ്സാവഹമായിട്ടുള്ള സമീപനങ്ങളെ വെള്ളപൂശുകയും വേണ്ടി വന്നാൽ അത് കണ്ടില്ലെന്ന് നടിച്ച് അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ കൈക്കൊണ്ടു പോന്നിട്ടുള്ള സമീപനം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സമീപനങ്ങൾ കൈക്കൊണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇവിടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് പറയുന്നത് ഈ കേരളീയ ജനതയെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, വർഗീയത പരത്തുന്ന ആളുകളെ ഒറ്റപ്പെടുത്തണം, മാറ്റി നിർത്തണം എന്നൊക്കെ. അപ്പോൾ ഈ പറയുന്നതിലൊന്നും മുഖ്യമന്ത്രിക്കോ തൻ്റെ പാർട്ടിക്കോ ഒരു ആത്മാർത്ഥതയും ഇല്ലാന്നും തങ്ങൾക്ക് വോട്ട് കിട്ടാനുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്നുമൊക്കെയാണല്ലോ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നടേ പറഞ്ഞിട്ടുള്ള ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കാർ അന്ന് നടത്തിയുള്ള പ്രകടനത്തിൽ അവർ വിളിച്ചിട്ടുള്ള എന്താണ്, ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഈ ടീച്ചർ നടത്തിയിട്ടുള്ള പ്രസ്താവനയെ സംബന്ധിച്ച് ഡിഫിയോട് ഡിഫിക്ക് വിവരം കൊടുക്കണം എന്നുള്ള നിലക്കാണ് അവർ അവിടെ പ്രകടനം നടത്തിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇല്ലെങ്കിൽ അവർ കാണിച്ചു തരാം എന്നുള്ള ഭീഷണിയോടുകൂടിയാണ് ആ ഡിഫി എന്ന് പറഞ്ഞ സംഘടന അവിടെ പ്രകടനം നടത്തിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകൾക്കെതിരിൽ എന്തും വിളിച്ചു പോവാനും തങ്ങൾ താലോലിക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷിക്കാനുള്ള ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള സമീപനം, അതാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഈ വസ്തുത കേരളീയ ജനത അറിയില്ല എന്ന മൗഢ്യ ധാരണയിലാണോ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത് നമുക്കറിയാം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു മൗഢ്യമൊന്നും ഉണ്ടാവേണ്ടതില്ല. തങ്ങൾ എന്ത് പറഞ്ഞാലും കേരളീയ ജനത അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നുള്ള വിചാരം അദ്ദേഹത്തിനുണ്ടായിരിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ജയിച്ച് കയറണമെങ്കിൽ വോട്ട് കിട്ടണം. അപ്പോൾ വോട്ട് കിട്ടണമെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തെ കയ്യിലെടുത്തുകൊണ്ട് അവരെ പ്രീണിപ്പിച്ചെങ്കിലേ അത് സാധ്യമാവുള്ളൂ എന്നുള്ള വിചാരത്തിൽ നിന്നാവാം പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സാമാന്യ മനുഷ്യന് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളിലൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല എന്ന് അവർ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുകൂടി ഇതോട് നാം ചേർത്ത് വായിക്കേണ്ടതാണ്.